ഹായ് ഹലോ ഡിയേഴ്സ് എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിലെ മക്കളുടെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റിലെ സെക്കൻഡ് ലെസൺ ആണ്. ഇതൊരു പോം ആണ്. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിംഗ് എന്നാണ് ഈ പോയത്തിന്റെ പേര്. രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ പോയമാണ്. ഈ പോയം, അതിന്റെ മീനിങ്, അതുപോലെ ഇതിലുള്ള ഫുൾ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ചെയ്തു നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കുട്ടികളിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 7ാം ക്ലാസ്സിലെ മുഴുവൻ വിഷയങ്ങളുടെയും വീഡിയോസ്, ഹിന്ദി ഒഴികെയുള്ള എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD7 ഓൾ സബ്ജക്ട്സ് എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇനി ഇംഗ്ലീഷിന്റെ വീഡിയോസ് മാത്രം മതിയെങ്കിൽ ആ ക്ലാസ്സുകൾ മാത്രം വേണ്ടവര് STD7 ഇംഗ്ലീഷ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതെടുത്ത് നോക്കുക. അപ്പൊ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് അടക്കാം. Here is an interesting poem about looking at the world in wonder and amazement. ലോകത്തെ അത്ഭുതത്തോടു കൂടിയിട്ടും വിസ്മയത്തോടു കൂടിയിട്ടും നോക്കി കാണുന്ന ഒരാളുടെ ആ കാഴ്ചകളെ കുറിച്ചാണ് ഈ പോയത്തിൽ നമ്മൾ പഠിക്കുന്നത്. Let us read it. And in wonder and amazement I sing. And in wonder, wonder എന്ന് വെച്ചാൽ അത്ഭുതം. And amazement, amazement എന്ന് വെച്ചാൽ വിസ്മയം, വിസ്മയത്തോടും അത്ഭുതത്തോടും കൂടിയിട്ട് ഞാൻ പാടുന്നു. The sky is full of the sun and the stars. The universe is full of life. Among all this, I have found a place, and in wonder and amazement, I sing. എന്താ പറഞ്ഞിട്ടുള്ള മക്കളെ? The sky is full of the sun and the stars. ആകാശം മുഴുവൻ എന്താണ്? സൂര്യനാലും നക്ഷത്രങ്ങളാലും നിറഞ്ഞിരിക്കുന്നു. The universe is full of life. പ്രപഞ്ചം മുഴുവൻ, യൂണിവേഴ്സ് എന്ന് വെച്ചാൽ പ്രപഞ്ചം, പ്രപഞ്ചം മുഴുവൻ ജീവനാൽ നിറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ജീവൻ നിറഞ്ഞതാണ്. Among all this, I have found a place. ഇതൊക്കെല്ലാമിടയിൽ ഞാനൊരു സ്ഥലം കണ്ടെത്തി. And in wonder and amazement I sing. അത്ഭുതത്തോടും വിസ്മയത്തോടും കൂടിയിട്ട് ഞാൻ പാടുന്നു. The world is swayed by eternity's rushing tide. Rising and falling, I have felt its tug in my blood, racing through my veins. And in wonder and amazement I sing. എന്താണ് സെക്കൻഡ് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്? The world is swayed. ലോകം സ്വേ ചെയ്യുന്നു, ആടിയുലയുന്നു. അതായത് ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുന്നു, അല്ലെ? ബൈ എറ്റേണിറ്റീസ് റഷിംഗ് ടൈഡ്, റൈസിംഗ് ആൻഡ് ഫോളിംഗ്. എന്താണ്? ഈ ലോകം ആടിയുലയുന്നു. അതുപോലെ എറ്റേണിറ്റി എന്ന് വെച്ചാൽ നിത്യത, അല്ലെങ്കിൽ അവസാനമില്ലാത്തത്, മരണമില്ലാത്തത് എന്നൊക്കെ പറയുന്നത് പോലെ. ഓക്കെ, ആ നിത്യതയുടെ കുതിച്ചുയരുന്ന വേലിയേറ്റത്താൽ, റഷിംഗ് ടൈഡ്, ടൈഡ് എന്ന് വെച്ചാൽ വേലിയേറ്റം, റഷിംഗ് എന്ന് വെച്ചാൽ കുതിച്ചുയരുക, കുതിച്ചുയരുന്ന വേലിയേറ്റത്താൽ ഉയരുകയും താഴുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന്റെ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുന്നു. ഐ ഹാവ് ഫെൽറ്റ് ഇറ്റ്സ് ടഗ് ഇൻ മൈ ബ്ലഡ്. അതിന്റെ വലിവ്, ടഗ് എനിക്ക് എന്റെ സിരകളിൽ അനുഭവപ്പെടുന്നു, എന്റെ ബ്ലഡിൽ, എന്റെ രക്തത്തിൽ അനുഭവപ്പെടുന്നു. റേസിംഗ് ത്രൂ മൈ വെയിൻസ്, എന്റെ സിരകളിലൂടെ അത് കുതിച്ചുയരുന്നു. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിംഗ്. അവിടെയും അത്ഭുതത്തോടും വിസ്മയത്തോടും കൂടിയിട്ട് ഞാൻ പാടുന്നു. While walking in the woodlands with my feet, I have touched the blades of grass. I have been startled by the flowers' fragrance. They have all maddened my mind. The gifts of gladness and joy are strewn all around, and in wonder and amazement I sing. While walking in the woodlands with my feet, I have touched the blades of grass. നല്ല വുഡ്ലാൻഡ്സിലൂടെ, അതായത് വനപ്രദേശങ്ങളിലൂടെ നടക്കുമ്പോൾ എന്റെ കാലുകള് പുല്ലുകളുടെ, ഗ്രാസിന്റെ, പുൽക്കൊടികളുടെ മുള്ളുകൊണ്ട് സ്പർശിച്ചിട്ടുണ്ട്. ബ്ലേഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഗ്രാസിന്റെ ബ്ലേഡ്സ് എന്ന് വെച്ചാൽ എന്താണ്, വേദന ഉണ്ടാക്കുന്ന മുള്ളുകൾ ഉണ്ടല്ലോ, അത് സ്പർശിക്കുന്നു. I have been startled by the flowers' fragrance. പൂക്കളുടെ സുഗന്ധം എന്നെ ഞെട്ടിച്ചിരിക്കുന്നു. They have all maddened my mind. അവയെല്ലാം എന്റെ മനസ്സിനെ ഭ്രാന്ത് പിടിപ്പിച്ചിരിക്കുന്നു. The gifts of gladness and joy are strewn all around, and in wonder and amazement I sing. സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും സമ്മാനങ്ങൾ ചുറ്റും ചിതറിക്കിടക്കുന്നു. അവിടെയും എന്താണ്? അത്ഭുതത്തോടെയും വിസ്മയത്തോടെയും കൂടിയിട്ട് ഞാൻ പാടുന്നു. I have pricked my ears, I have opened my eyes, I have bared my heart to the world. In the midst of the known, I have sought the unknown, and in wonder and amazement I sing. I have pricked my ears. ഞാൻ എന്റെ കാതുകൾ കുത്തിപ്പൊട്ടിച്ചു. I have opened my eyes. ഞാൻ എന്റെ കണ്ണുകൾ തുറന്നു. I have bared my heart to the world. ഞാൻ എന്റെ ഹൃദയം ലോകത്തിനു മുന്നിൽ തുറന്നു. In the midst of the known, I have sought the unknown. പരിചിതമായതിന്റെ നടുവിൽ ഞാൻ അപരിചിതമായതിനെ, അല്ലെങ്കിൽ അജ്ഞാതമായതിനെ, അല്ലെങ്കിൽ അറിയാത്തതിനെ അന്വേഷിച്ചു. ഞാൻ അത്ഭുതത്തോടും വിസ്മയത്തോടും കൂടി പാടുന്നു. എന്താ മക്കളെ പോയത്തിൽ പറഞ്ഞിരിക്കുന്നത്?
നേച്ചറിനെ അല്ലെങ്കിൽ പ്രകൃതിയെ വളരെ സ്പിരിച്വലായ രീതിയിൽ കണ്ടിരിക്കുകയാണ് രവീന്ദ്രനാഥ് ടാഗോർ ഈ പോയത്തിലൂടെ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം പ്രകൃതിയിൽ പല പല കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ ആകാശത്തെ കുറിച്ചാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ആകാശത്തില് നക്ഷത്രങ്ങളും സൂര്യനാലും നിറഞ്ഞിരിക്കുകയാണ് ആകാശം. പ്രപഞ്ചത്തിലാണെങ്കിൽ ഒരുപാട് ജീവനുകളുണ്ട്. പക്ഷെ ആ ജീവനുകൾക്കിടയിൽ ഇത്രയും സ്ഥലത്തിനിടയിൽ അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിനിടയിൽ എന്താണ് എനിക്കുള്ളൊരു സ്പേസ് ഞാൻ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ മനുഷ്യനുള്ളൊരു സ്പേസ്, ഓരോരുത്തർക്കും അതിൻ്റെതായിട്ടുള്ള സ്പേസ് ഉണ്ടല്ലേ. ആ സ്പേസ് നമുക്കുണ്ട്. അപ്പൊ അതും എന്താണ് അദ്ദേഹത്തിന് ഒരു അത്ഭുതമായിട്ടാണ് അത് ആദ്യം തോന്നിയിരിക്കുന്നത്. പിന്നെ അതുപോലെ ലോകമാകെ ആടി ഉലയുന്നുണ്ട്. അതായത് ലോകത്ത് പല പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ഉയർച്ചകളും താഴ്ചകളും, ഒരു കടലിന്റെ വേലിയേറ്റം പോലെ അല്ലെങ്കിൽ കടലിൽ ഉണ്ടാകുന്ന തിരമാലകളുടെ ഉയർച്ച താഴ്ചകളെ പോലെ നമ്മുടെ ജീവിതത്തിൽ സുഖദുഃഖങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ. അവിടെയൊക്കെ എന്താണ് അദ്ദേഹം ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വഴിയാണ് കാണുന്നത്. അതായത് ഇതിനെല്ലാം പുറമെ ഒരാളുണ്ട്, ഒരു ദൈവം എന്ന് പറയുന്ന ഒരു വിശ്വാസമുണ്ട് എന്നാണ് അദ്ദേഹം ഇതിലൂടെ പറയാതെ പറയുന്നത്. പിന്നെ പറയുന്നുണ്ട് പ്രകൃതിയുടെ സൗന്ദര്യത്തെ എന്താണ് പറയാ മനോഹരമായിട്ട് വർണ്ണിച്ചിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് വനപ്രദേശങ്ങളിലൂടെ പുല്ലുകൾക്കിടയിലൂടെ നടക്കുമ്പോൾ ഒരുപാട് പുല്ലുകള് കാലിലെ തട്ട് മുറിയാറുണ്ട് അല്ലെ. ഗ്രാസിന്റെ ബ്ലേഡ്സ് കാലിലെ തട്ടാറുണ്ട്, മുറിവ് പറ്റാറുണ്ടായിരിക്കാം. അഥവാ ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടായിരിക്കാം, സങ്കടങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. അവിടെയും എന്താണ് പൂക്കളുടെ സുഗന്ധം എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് സന്തോഷങ്ങളും ഉണ്ടാവാറുണ്ട്. അവിടെയും അദ്ദേഹം എന്താ ചെയ്യുന്നത്, അറിയുന്ന കാര്യങ്ങൾക്കിടയിൽ അറിയാത്ത ഒന്നിനെ തേടുകയാണ് ഞാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അനുഭവിക്കാനായിട്ട്, കണ്ടും കേട്ടും അറിഞ്ഞും തൊട്ടും എല്ലാം മണത്തും എല്ലാം അറിയാനായിട്ടുണ്ട്. ഇവിടെയൊക്കെ എന്താണ് ഒരു ഒരു ദൈവീക സാന്നിധ്യമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കാണാത്ത ഒരു ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി, ഇതിനെല്ലാം കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ ഇതിനെല്ലാം നിയന്ത്രിച്ച് നടക്കുന്ന ഒരു ശക്തി ഇവിടെയുണ്ട്. അപ്പൊ നമുക്കറിയാവുന്ന കാര്യങ്ങൾക്കിടയിൽ, അല്ലെങ്കിൽ അദ്ദേഹം തനിക്കറിയാവുന്ന കാര്യങ്ങൾക്കിടയിൽ, താൻ അനുഭവിക്കുന്ന കാര്യങ്ങൾക്കിടയിൽ തനിക്കറിയാത്തതിനെ അജ്ഞാതമായ ഒന്നിനെ, ദൈവം എന്ന് പറയുന്ന ഒന്നിനെ ഞാൻ അന്വേഷിക്കുകയാണ് എന്നാണ് ശരിക്കും ഈ പോയത്തിലൂടെ അദ്ദേഹം കൺവേ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഇനി നമുക്കിതിലെ ആക്ടിവിറ്റീസ് നോക്കാം. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ 1, വൈ ഡസ് ദ സ്പീക്കർ സിംഗ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ്? എന്തുകൊണ്ടാണ് ഇതിലെ സ്പീക്കർ അല്ലെങ്കിൽ പാട്ട് വളരെ അത്ഭുതത്തോടും വിസ്മയത്തോടും അതിശയത്തോടും കൂടിയിട്ട് പാടുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത്? The speaker sings in wonder and amazement because of the amazing beauty of the universe. The sky is filled with the sun and stars and the universe is full of life. എന്തുകൊണ്ടാണ് ഈ ലോകത്തിലെ അല്ലെങ്കിൽ യൂണിവേഴ്സിലെ ഈ പ്രപഞ്ചത്തിലെ ബ്യൂട്ടി, അത്ഭുതപ്പെടുത്തുന്ന ഭംഗി കാരണമാണ് അദ്ദേഹം അത്ഭുതത്തോടു കൂടിയിട്ട് പാടുന്നു എന്ന് പറയുന്നത്. ആകാശം നക്ഷത്രങ്ങളാലും സൂര്യനാലും നിറഞ്ഞിരിക്കുന്നു. അതുപോലെ യൂണിവേഴ്സിൽ മുഴുവൻ ജീവനുകൾ നിറഞ്ഞിരിക്കുന്നു, ജീവന്റെ തുടുപ്പുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇക്കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ 2, വാട്ട് ഡു യു തിങ്ക് എറ്റേണിറ്റീസ് റഷിംഗ് ടൈഡ് മീൻസ്? എറ്റേണിറ്റീസ് റഷിംഗ് ടൈഡ് എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നിത്യത, അല്ലെങ്കിൽ എന്താ പറയാ മരണമില്ലാത്തത് അല്ലെങ്കിൽ അവസാനമില്ലാത്തത് എന്താണെന്ന് നമുക്ക് പറയാം. അതിന്റെ റഷിംഗ് ടൈഡ്, കുതിച്ചു വരുന്ന തിരമാലകൾ പോലെ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? എറ്റേണിറ്റീസ് റഷിംഗ് ടൈഡ് മീൻസ് ദ കണ്ടിന്യൂസ് ആൻഡ് അൺസ്റ്റോപ്പബിൾ ഫ്ലോ ഓഫ് ടൈം ആൻഡ് ലൈഫ്. സമയത്തിന്റെയും ജീവിതത്തിന്റെയും തുടർച്ചയായിട്ടുള്ള അതുപോലെ നിൽക്കാത്ത ഈ ഒരു ഒഴുക്കിനെയാണ് എറ്റേണിറ്റീസ് റഷിംഗ് ടൈഡ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ 3, പിക്ക് ഔട്ട് ദ വേർഡ്ലി വണ്ടേഴ്സ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ പോയം. ഇതിന് എക്സാമ്പിൾസ് ആണ്: ദ വണ്ടേഴ്സ് ഓഫ് ദ സ്കൈ ഫുൾ ഓഫ് സൺ ആൻഡ് സ്റ്റാർസ്, ദ യൂണിവേഴ്സ് ഫുൾ ഓഫ് ലൈഫ്, ദ ബ്യൂട്ടി ഓഫ് വുഡ്ലാൻഡ്സ് വിത്ത് ബ്ലേഡ്സ് ഓഫ് ഗ്രാസ്, ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ് തുടങ്ങിയിട്ടുള്ളവ. ക്വസ്റ്റ്യൻ 4, വാട്ട് മാഡൻ ദ പോയറ്റ്സ് മൈൻഡ്? പോയറ്റിന്റെ മനസ്സിനെ മാഡന്റ് ആക്കിയത് അല്ലെങ്കിൽ ഭ്രാന്ത് പിടിപ്പിച്ചത് എന്താണ്? ദ ടച്ച് ഓഫ് ബ്ലേഡ്സ് ഓഫ് ദ ഗ്രാസ്, ദ ഫ്രാഗ്രൻസ് ഓഫ് ദ ഫ്ലവേഴ്സ് ആൻഡ് ദ ഗിഫ്റ്റ്സ് ഓഫ് ഗ്ലാഡ്നെസ് ആൻഡ് ജോയ് ഇൻ നേച്ചർ മെയ്ഡ് ദ പോയറ്റ്സ് മൈൻഡ് മാഡന്റ്. പുല്ലുകളുടെ ആ സ്പർശവും അതുപോലെ പൂക്കളുടെ സുഗന്ധവും പിന്നെ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ഒക്കെ ആ ഒരു ഗിഫ്റ്റ്, പ്രകൃതിയുടെ ആ ഒരു സന്തോഷവും ആനന്ദവും ഒക്കെ തരുന്ന ആ സമ്മാനങ്ങൾ അല്ലെങ്കിൽ ആ ഗിഫ്റ്റുകളാണ് അദ്ദേഹത്തെ ഭ്രാന്ത് പിടിപ്പിച്ചത്. ക്വസ്റ്റ്യൻ 5, വൈ ഡസ് ദ സ്പീക്കർ ട്രിക്ക് ഹിസ് ഇയേഴ്സ്, ഓപ്പൺ ഹിസ് ഇയേഴ്സ് ആൻഡ് ബെയർ ഹിസ് ഹാർട്ട്? എന്തുകൊണ്ടാണ് പോയറ്റ് അദ്ദേഹത്തിന്റെ ചെവി കുത്തിപ്പൊട്ടിച്ചു, അതുപോലെ കണ്ണുകൾ തുറന്നു, ഹൃദയം തുറന്നിട്ടു? ബെയർ എന്ന് വെച്ചാൽ ശരിക്കും നഗ്നം എന്നൊക്കെയാണ് അർത്ഥം, നഗ്നത എന്നൊക്കെയാണ് അർത്ഥം. പക്ഷെ ഇവിടെ
ഹൃദയം തുറന്നു എന്ന് പറയുന്ന എന്നാണ് വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ മീനിങ് വരുന്നത് കേട്ടോ. അതെന്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്? The speaker pricks his ears, opens his eyes, and bares his heart to fully experience and appreciate the wonders of the world. This shows his eagerness to understand deeply the nature. പ്രകൃതിയെ മുഴുവനായിട്ടും അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അദ്ദേഹം ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള താൻ പ്രകൃതിയെ മുഴുവനും അനുഭവിച്ചറിയുകയാണെന്ന് വായനക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈഗർനെസ്സും ആകാംക്ഷയും അതുപോലെ പ്രകൃതിയെ ആഴത്തിൽ അറിയാനുള്ള ഒരു എന്താ പറയാ ആകാംക്ഷ ഇതിലൂടെ കാണിക്കാനായിട്ട് പറ്റുന്നുണ്ട്. Question 6. What do you think the poet means by in the midst of the unknown I have sought the unknown? അറിയുന്ന ഒരുപാട് കാര്യങ്ങൾക്കിടയിൽ ഇടയിൽ അജ്ഞാതമായ ഒന്നിനെ സോർട്ട് ചെയ്യുന്നു എന്നത് കൊണ്ട് പോയറ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്? The poet means that even though he is familiar with her surroundings, he still seeks new experiences and knowledge beyond what he already knows. ഒരുപാട് കാര്യങ്ങൾ ഈ പ്രകൃതിയിൽ നിന്നും അല്ലെങ്കിൽ അത് ചുറ്റുപാടിൽ നിന്നും അദ്ദേഹത്തിന് അറിയാം. ഈ അറിയുന്ന കാര്യങ്ങൾക്കിടയിലും തനിക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ പ്രകൃതിയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഒരുപാട് എക്സ്പീരിയൻസസും നോളജും ഒക്കെ അറിവും ഒക്കെ ഇതിന് പിന്നിൽ വീണ്ടും ഉണ്ട്. അതെന്ത് എന്നാണ് പോയറ്റ് അന്വേഷിക്കുന്നത് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. ആക്ടിവിറ്റി 1. Read the following lines from another poem, The Sands of Dee by Charles Kingsley. ചാൾസ് കിങ്ലേയുടെ ദ സാൻഡ് ഓഫ് ഡി എന്ന് പറയുന്ന പോയത്തിൽ നിന്നുള്ള കുറച്ച് ലൈൻസ് തന്നിട്ടുണ്ട്, നോക്കൂ. ഓ മേരി, ഗോ ആൻഡ് കോൾ ദ കാറ്റിൽ ഹോം ആൻഡ് കോൾ ദ കാറ്റിൽ ഹോം ആൻഡ് കോൾ ദ കാറ്റിൽ ഹോം അക്രോസ് ദ സാൻഡ്സ് ഓഫ് ഡി. The phrase and call the cattle home is used 3 times. Such repetitions are called refrain. A refrain is a line or phrase that is separated within the lines or stanzas. ഇവിടെ കാറ്റിൽ ആൻഡ് കോൾ ദ കാറ്റിൽ ഹോം എന്നുള്ള ഒരു ലൈന് 3 തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അല്ലെ, ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ആവർത്തിച്ച് വരുന്ന ലൈൻസിനെ നമ്മൾ റീഫ്രെയിൻ എന്നാണ് വിളിക്കുക. എന്താണ് റീഫ്രെയിൻ എന്ന് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഒരു ലൈൻസിനിടയിൽ അല്ലെങ്കിൽ റിഫ്രെയിൻ ഇസ് എ ലൈൻ ഓർ ഫ്രേസ്, ഒരു ലൈനോ അല്ലെങ്കിൽ ഒരു ഫ്രേസോ ആണ് വിത്തിൻ ദ ലൈൻസ് ഓർ സ്റ്റാൻസാസ് റിപ്പീറ്റ് ചെയ്യുന്ന 2 സ്റ്റാൻസകൾക്കിടയിലോ അല്ലെങ്കിൽ വരികൾക്കിടയിലോ ഒക്കെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഫ്രേസിനെയോ അല്ലെങ്കിൽ ലൈനിനെയോ ആണ് നമ്മൾ റിഫ്രെയിൻ എന്ന് വിളിക്കുക. ക്യാൻ യു ഫൈൻഡ് ഔട്ട് എ ലൈൻ വിച്ച് ഈസ് റിപ്പീറ്റഡ് ഇൻ ദിസ് പോയം, റൈറ്റ് ഇറ്റ് ഡൗൺ. ഈ പോയത്തിൽ അതുപോലെ ഒരു ലൈന് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ആ ലൈൻ ഏതാണ് അപ്പോ, അല്ലെങ്കിൽ ഈ പോയത്തിൽ യൂസ് ചെയ്തിരിക്കുന്ന റിഫ്രെയിൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിംഗ് എന്നാണ് അല്ലെ. ആക്ടിവിറ്റി 2. വാട്ട് ഫിൽസ് ദ സ്പീക്കർ വിത്ത് വണ്ടർ ആൻഡ് അമേസ്മെന്റ്? പോയറ്റിനെ അത്ഭുതപ്പെടുത്തിയ അല്ലെങ്കിൽ വിസ്മയിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ പാട്ടിൽ പറഞ്ഞിരിക്കുന്നത്? ദ സ്കൈ ഫുൾ ഓഫ് ദ സൺ ആൻഡ് ദ സ്റ്റാർസ്. പിന്നെയോ ദ യൂണിവേഴ്സ് ഫിൽഡ് വിത്ത് ലൈഫ്, ദ ബ്ലേഡ് ഓഫ് ഗ്രാസ്, ദ ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ്. ഇതെല്ലാം എഴുതാം. Activity 3. Look at the words taken from the poem. Put them in proper pairs. പോയറ്റിൽ നിന്നെടുത്ത കുറച്ച് വേർഡ്സ് ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അത് എന്താ പറയാ ഡിസോർഡർ ആയിട്ടുള്ള ഒരു എന്താണ് പെയറിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഓരോ വേർഡിനും യൂസ് ചെയ്ത സ്യൂട്ടബിൾ ആയിട്ടുള്ള പെയർ ഏതെന്ന് സെലക്ട് ചെയ്യണം. സോ നമുക്ക് തന്നിരിക്കുന്നത് എ ഫ്ലവേഴ്സ്, ഗ്രാസ്, മൈൻഡ്, വെയിൻസ്, സ്വേഡ്. പിന്നെ അതിന് ഓപ്പോസിറ്റ് ബോക്സിലുള്ളത് വേൾഡ്, റേസിംഗ്, ബ്ലേഡ്സ്, ഫ്രാഗ്രൻസ്, മാഡൻഡ്. ഇതെങ്ങനെ കറക്റ്റായി നമുക്ക് പെയർ ചെയ്യാം? ഒരെണ്ണം അവിടെ തന്നിട്ടുണ്ട് സ്വേഡ് വേൾഡ് അല്ലെ, വേൾഡ് സ്വേ ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യയിലിരുന്ന ലോകം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഗ്രാസിന് എന്താണ്? ഗ്രാസ്, ബ്ലേഡ്സ്, മൈൻഡ്, മാഡൻഡ്, വെയിൻസ്, റേസിംഗ്, സ്വേഡ് എഴുതിയിട്ടുണ്ട്, ഫ്ലവേഴ്സ്, ഫ്രാഗ്രൻസ്. അങ്ങനെയാണ് വരുന്നത്. ആക്ടിവിറ്റി 4. ലെറ്റ് us revisit the first stanza. ഫസ്റ്റ് സ്റ്റാൻസ് നോക്കൂ, നമുക്ക് അവിടെ ഒന്നും കൂടെ തന്നിട്ട് ഒരിക്കൽ കൂടെ തന്നിട്ടുണ്ട്. ദ സ്കൈ ഈസ് ഫുൾ ഓഫ് ദ സൺ ആൻഡ് ദ സ്റ്റാർസ്, ദ യൂണിവേഴ്സ് ഈസ് ഫുൾ ഓഫ് ലൈഫ്, അമംഗ് ഓൾ ദിസ് ഐ ഹാവ് ഫൗണ്ട് എ പ്ലേസ്, ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിങ്ക്. ഇൻ ദ ഫസ്റ്റ് ലൈൻ ദ ഇനീഷ്യൽ സൗണ്ട് ഈസ് സ്കൈ ഈസ് റിപ്പീറ്റഡ് ഇൻ സൺ ആൻഡ് സ്റ്റാർസ് ഓൾസോ. ദിസ് റെപ്പിറ്റേഷൻ ഈസ് കോൾഡ് അലിട്രേഷൻ. എന്താ മക്കളെ? നമ്മളുടെ ഫസ്റ്റ് വേർഡില് സ്കൈ, അവിടെ ദ സ്കൈ ഈസ് ഫുൾ ഓഫ് ദ സൺ ആൻഡ് ദ സ്റ്റാർസ്,
സ്കൈ, സണ്ണ്, സ്റ്റാർസ്. മൂന്നിലും സ് എന്നുള്ള സൗണ്ടിലാണല്ലേ ഇത് വേർഡ് ആരംഭിക്കുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇങ്ങനെ സെയിം സൗണ്ടിൽ നമുക്ക് ഒരു വേർഡ് തന്നെ, ഒരു വേർഡ് അല്ല, സെയിം സൗണ്ട് ഉള്ള വേർഡ്സ് തന്നെ ഒരു ലൈനിൽ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് പാടുന്നതിനൊരു എന്താ പറയാ, ഒരു താളഭംഗി ഉണ്ടായിരിക്കും. ആ പോയം നമ്മൾ ചൊല്ലുമ്പോൾ ഒരു താളഭംഗി അതിന് ഉണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള സച്ച് റെപ്പിറ്റേഷൻസിനെ നമ്മൾ അലിട്രേഷൻ എന്നാണ് പറയാം. എന്താണ് അലിട്രേഷൻ എന്നാണ് തന്നിട്ടുണ്ട്? ദ റെപ്പിറ്റേഷൻ ഓഫ് ഇനീഷ്യൽ കോൺസണന്റ് സൗണ്ട്സ് ഓഫ് എ വേർഡ് ഇൻ ദ സെയിം ലൈൻ ഓഫ് എ പോയം ഈസ് കോൾഡ് അലിട്രേഷൻ. ഒരു പോയത്തിലെ ഫസ്റ്റ് കോൺസണന്റ് ഒരു വേർഡ് ഫസ്റ്റ് കോൺസണന്റ് സൗണ്ട്, അതിന്റെ ആ സൗണ്ട് വീണ്ടും ഉള്ള വേർഡ്സിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു സെയിം ലൈനിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ അലിട്രേഷൻ എന്ന് പറയുന്നത്. ക്യാൻ യു ഫൈൻഡ് അതർ എക്സാമ്പിൾസ് ഫ്രം ദ പോയം? അതുപോലെയുള്ള മറ്റ് എക്സാമ്പിൾസ് ഈ പോയത്തിൽ നിന്ന് എടുത്ത് എഴുതാനും പറഞ്ഞിട്ടുണ്ട്. വൈൽ വാക്കിംഗ് ഇൻ ദ വുഡ്ലാൻഡ്സ്. ഇവിടെ വൈൽ എന്നുള്ള സൗണ്ട്, വൈൽ വാക്കിംഗ് വുഡ്ലാൻഡ്സ്, എല്ലാത്തിലും എന്നുള്ള സൗണ്ട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്ലവേഴ്സ് ഫ്രാഗ്രൻസ്, എന്നുള്ള സൗണ്ട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. മാഡൻ മൈ മൈൻഡ്, മാഡൻ എന്നുള്ള സൗണ്ട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. മാഡൻ മൈ മൈൻഡ്. ദ ഗിഫ്റ്റ്സ് ഓഫ് ഗ്ലാഡ്നെസ് ആൻഡ് ജോയ്, ഇവിടെ എന്നുള്ള വേർഡ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ്, ഗ്ലാഡ്നെസ്. സോ എന്നുള്ള സൗണ്ട് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. ഇതെല്ലാം അലിട്രേഷന് എക്സാമ്പിൾസ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നമുക്ക് ഈ ഒരു പോയത്തിൽ നോക്കാനായിട്ടുള്ളത്. പോയവും അതുപോലെ ചെയ്ത ആക്ടിവിറ്റീസും അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ ക്ലാസ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ 7ാം ക്ലാസ്സിലെ കൂടുതൽ വിഷയങ്ങളുടെ ക്ലാസ്സുകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്